ഈ എട്ടുകാലികളെ എന്തിനാണ് ഈ ആളില്ലാത്ത സ്ഥലത്ത് വല കൂട്ടി വെച്ചത്? എട്ടുകാലി ഇങ്ങനെ ഈ മൂലക്ക് മാറാല കൂട്ടാൻ തുടങ്ങിയതിന് പിന്നിൽ ഒരു കഥ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവരുടെ ഈ മുതുമുത്തച്ഛൻ എട്ടുകാലികളൊക്കെ ഉണ്ടല്ലോ, ഇവര് ജീവിതമാർഗം അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ഒരു വല കിട്ടി. അപ്പൊ ഇവര് വല കിട്ടിയപ്പോ ഇവരെന്ത് വിചാരിച്ച് ഇത് വെച്ച് മീൻ പിടിക്കാനായിരിക്കും, അത് വല മീൻ പിടിക്കാനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവര് അധ്വാനിച്ച് മീൻ പിടിക്കാൻ പോണെയാണ് ഇവരുടെ വലയം വെച്ചിട്ട്. മത്സ്യബന്ധനോ? എട്ടുകാലികളാ? അതെ, പ്രാണീനെ പിടിക്കാനുള്ള വലയാണത് എന്ന് ഇവര് ചിന്തിക്കണില്ല. ചിന്തിക്കാനുള്ള ബോധം അവർക്കില്ല, പാവപ്പെട്ടവര്. കാരണം ഇവര് വെറുതെ ഇരുന്ന് നമുക്ക് ഒരു സാധനം വേണ്ട എന്ന് വിചാരിക്കണവരായത് കൊണ്ടിട്ടാണ് ആ വല വെച്ച് മീൻ പിടിക്കാൻ പോയത്. പക്ഷെ മീൻ കിട്ടത്തില്ല, അത് വേറെ കാര്യം. എന്നാലും ഇവര് മേലനങ്ങാണ്ട് തിന്നണോന്ന് ഇവര് വിചാരിക്കണില്ല. അത്രക്കും കഠിനാധ്വാനികളായിരുന്നു ഈ മുതുമുത്തച്ഛൻ എട്ടുകാലിമാരൊക്കെ. പക്ഷെ നിന്നെ പോലെ കുറെ ഫ്രീക്കൻ ചെലന്തിമാരുണ്ട്, ഭയങ്കര മടിയന്മാരാണ്. വീട്ടില് വെറുതെ അടയിരുന്ന്, അതായത് ഈ അച്ഛൻ ഇതേപോലെ കഷ്ടപ്പെട്ട് കൊണ്ടുവരണ സാധനങ്ങളൊക്കെ വെറുതെ തിന്ന് ഉറങ്ങി വീട്ടിൽ ഇങ്ങനെ ഇരിക്കണ കുറെ എട്ടുകാലികളല്ലേ? അതെ, എട്ടുകാലികൾ. മിക്ക ആണുങ്ങളുടെ അടുത്തും ഇങ്ങനെ അച്ഛന്മാര് പറയണാണല്ലോ, വെറുതെ വീട്ടിൽ ഇങ്ങനെ അടയിരുന്ന് കഴിഞ്ഞാൽ മൂട്ടില് വേര് മുളക്കുന്നു. അപ്പൊ അതേപോലെ ചെലന്തി പിള്ളേരുടെ അടുത്ത് ഇവിടെ അച്ഛനൊക്കെ ഒന്ന് പറയണം, വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ മൂട്ടിൽ നിങ്ങളുടെ വല വരുമോ. പക്ഷെ ഇവരത് മൈൻഡ് ആക്കാണ്ട് ഇങ്ങനെ മൂലക്ക് ഇങ്ങനെ ഇരുന്ന് ഇവര് ഇരിക്കണ സ്ഥലത്തൊക്കെ ഇതേപോലെ അവിടെയൊക്കെ വലയും. അവിടെ ഇതേപോലെ ചെറിയ കുഞ്ഞു പ്രാണികൾ ഈച്ചയൊക്കെ വന്ന് പെടും. അപ്പൊ നമ്മ വെറുതെ ഇരുന്ന് ഇതേപോലെ വല കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഈച്ചകളൊക്കെ വന്നോളും. നമുക്കപ്പോ മേലനങ്ങണ്ട ആവശ്യമൊന്നും ഇല്ലല്ലേ എന്നുള്ള ഒരു ഐഡിയ തോന്നും. പിന്നീട് എല്ലാ ചെലന്തികളും ഇതേപോലെ ഏതെങ്കിലുമൊക്കെ മൂലക്ക് ഇങ്ങനെ വല കിട്ടിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കും. ഈ ആൺചെലന്തിമാര് വലയിൽ ഇതേപോലെ പ്രാണികളൊക്കെ വരുമ്പോ അവര് അതിനെ പിടിച്ച് ചുരുട്ടിക്കൂട്ടി തിന്ന് ഇവരങ്ങനെ സുഖമായിട്ട് ജീവിക്കണേ. ഈ പുതിയ തലമുറയിലുള്ള ചിലന്തികളാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്, അധ്വാനിക്കാണ്ട് എങ്ങനെ ജീവിക്കാം. അപ്പൊ ഇവരുടെ ഈ വലയിൽ പെടുന്ന ഈ ഈച്ചകളും പ്രാണികളുടെ അടുത്തൊക്കെ ഇവര് ചെന്നിട്ട് ഇവരിങ്ങനെ മറിഞ്ഞും തിരിഞ്ഞൊക്കെ നിന്നിട്ട് ഇവരൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് നിനക്ക് ഞാൻ പാടിത്തരാം. എട്ടുകാലിയല്ല വീടിൻ മൂലക്ക് മാറാല കെട്ടും കാലി, വല നെയ്തെടുത്ത് കുഞ്ഞിപ്രാണിയം പക്കിയം പിടിക്കും കാലി, വലയിൽപ്പെട്ടൊരു കുഞ്ഞിക്കൊതുകിനെ വലയിലിട്ട് തട്ടും, വന്ന് കേറുന്ന പ്രാണിയെ ഒക്കെയും വലയിൽ തീർത്തെടുക്കും, കണ്ടാൽ പേടിക്കും കാലിതൻ മൂട്ടിൽ വന്നു വെള്ളവല, കെട്ടിപ്പൊക്കിയ മാറലയ്ക്കുള്ളിൽ വന്ന് കേറും പ്രാണി. എട്ടുകാലിയല്ല വീടിൻ മൂലയ്ക്ക് മാറാല കെട്ടും കാലി, വല നെയ്തെടുത്ത് കുഞ്ഞിപ്രാണിയം പക്കിയം പിടിക്കും കാലി, വീടിന്റെ മൂലയ്ക്കു 4 ദിക്കിലും കെട്ടിപ്പൊക്കി വല കാലി, കട്ടിന്റെ അടിയിലും പുറകിലും മുട്ടിലും കെട്ടിപ്പൊക്കി വല കാലി. കറക്റ്റ് ആയിട്ട് ഈ ലിറിക്സ് ഇങ്ങനെ മാറ്റിയത് നിനക്ക് എങ്ങനെ പറ്റത്? അറിയത്തില്ലടാ, അത് ഒളിഞ്ഞു കിടന്ന കഴിവെല്ലാം കൂടി പുറത്തോട്ട് വന്നു. വന്നപ്പോ എല്ലാം ഒരുമിച്ചങ്ങ് വന്നത് സംഭവം. പക്ഷേ ഈ ആൺചെലന്തിമാര് കെട്ടിക്കൊണ്ടുവരണ ഈ പെൺചെലന്തിമാരുണ്ടാവില്ല, ഇവർക്കൊക്കെ ഭയങ്കര ഒരു കഷ്ടപ്പാട് അവിടെ സംഭവിക്കുന്നുണ്ട്. അയ്യോ, എന്തൊക്കെ?